നാളും വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ് എന്ന് വിചാരിക്കുന്നത് തേനുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ്. പക്ഷേ ഈ ഇടയ്ക്കാണ് അത് അത്ര തേനുകൊണ്ടുള്ള പരിപാടി അല്ല എന്ന് മനസ്സിലായത്. ഇത്ര നാൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ്, തേനുകൊണ്ടുള്ള എന്തോ ഒരു ട്രാപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇനി അതിനെക്കുറിച്ച് ലിബിൻ പറയുന്നതാണ്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇവരെ അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ? അപ്പോൾ മേബിൾ ജെറ്റിനെ എനിക്ക് തോന്നുന്നു നമ്മളെ യൂട്യൂബ് ചാനൽ അത്യാവശ്യം റീച്ചായി തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു വാനും കൊണ്ട് ലോകമെമ്പാടും കറങ്ങാൻ വേണ്ടി പോയ രണ്ട് സഹോദരങ്ങളാണ് ഇവർ. അപ്പോൾ അങ്ങനെ തന്നെ ഏറ്റവും റീച്ചുമായി, അതുപോലെ തന്നെ ഇവർ കുറേ കാലം എയറിലായിരുന്നു. ഈ അടുത്ത് പോലും ഒരു ചിക്കൻ അച്ചാറിൻ്റെ കാര്യത്തിൽ പോലും ഇവർ എയറിൽ പോയി. സോ വീണ്ടും ഒരു കാരണമായിട്ട് വന്നതാണ്, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആയിട്ട് വന്നേക്കുവാണ് നമ്മുടെ ഏബിൾ ജെറ്റ് എന്ന് പറയുന്നത്. ഇതൊരു സോഷ്യൽ ഇഷ്യൂ തന്നെയാണ് കേട്ടോ. ഒരിക്കലും ഇവരുടെ പേഴ്സണൽ ഇഷ്യൂ മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് പേര് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് ഇപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കി വീഡിയോ കണ്ടിട്ട് കാര്യത്തിലോട് കിടക്കാം. ായിട്ട് ലിവിന് ഒരു അക്കൗണ്ടിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജ് വരും. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. കഴിഞ്ഞ യാത്രയിൽ ഈ വാഹനം കൊണ്ട് മലേഷ്യ പോകുന്ന യാത്രയിലാണ് നമ്മുടെ വാഹനം കൊണ്ടുപോകുന്ന നേരത്ത് നമ്മൾ കൊൽക്കത്തയിൽ നിന്നൊന്ന് കുളിച്ചായിരുന്നു. അതായത് അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന രീതി ഞങ്ങളൊന്ന് കുളിച്ചു. അപ്പോൾ കുളിച്ചപ്പോൾ ചില സ്ഥലത്ത് മുഴയും ചില സ്ഥലത്ത് ഇതൊക്കെ വന്നു. നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ദുരുദ്ദേശമൊന്നുമില്ല. അപ്പം അത് വെച്ച് ആൾ ലിവിന് മെസ്സേജ് അയക്കൽ തുടങ്ങി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തേനൊഴിച്ചുള്ള പരിപാടി അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 1.5 കൊല്ലം മുന്നേ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങിയത്. അപ്പം ഞാൻ എല്ലാവർക്കും സാധാരണ റീപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മലേഷ്യയിൽ വണ്ടി കൊണ്ടുപോകാൻ നേരത്ത് റീൽസ് ഇട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ മലേഷ്യയിൽ നിന്ന് കൊൽക്കത്തയിൽ നിന്ന് നമ്മൾ മലേഷ്യയിലോട്ട് വണ്ടി ഷിപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ വണ്ടി കഴുകിക്കഴിഞ്ഞപ്പോൾ ക്ലീൻ ആക്കാൻ നേരത്ത് നമ്മളും കുളിച്ചു. അതിൻ്റെ റീൽസ് ഇട്ടു. അതിപ്പോൾ ആ റീൽസിൻ്റെ ലിങ്ക് എനിക്ക് ഇട്ട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതാ പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു. മൂപ്പരോട് ഇള്ളാകുട്ടി ആയതുകൊണ്ട് പുള്ളിക്ക് ആ പൊങ്ങിക്കിടക്കുന്നു എന്ന് കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാർക്ക് മനസ്സിലായില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. മേ ബി മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ പുള്ളി പറയുന്നത് ഏകദേശം 1 വർഷം മുന്നേ ഈ ഐഡിയിൽ നിന്ന് മെസ്സേജ് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം 1 വർഷം മുന്നേ ഈ വ്യക്തികളെ നോട്ട് ചെയ്തിട്ട് ഇവർക്കൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേക്ക് ഐ ഡി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പം അവർ ആദ്യം പറഞ്ഞ പോലെ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ് പല പ്രമുഖരെയും പലരെയും കൊടുക്കാൻ നോക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞ പോലെ കാത്തിരിക്കുക എന്ന് പറയില്ലേ, ശരിക്കും ഒരു ട്രാപ്പാണല്ലേ. ട്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്ത് ചെറിയ നിസ്സാര കാര്യമല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. നിങ്ങൾ ആലോചിക്കണം, ഒരാളെ കൊടുക്കാൻ വേണ്ടി വർഷങ്ങളോളം വെയിറ്റ് ചെയ്തിട്ട് ആ ആളെ ഒരു ട്രാപ്പിലേക്ക് വീഴ്ത്തുന്ന പല ഫേക്കായിട്ടുള്ള ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട്. കാരണം അത്രയും വർഷം അവരെ ഫോളോ അപ്പ് ചെയ്ത് ചിലപ്പോൾ കൂടുതലുള്ള ആൾക്കാർ തന്നെയായിരിക്കാം ഒരു സമയവും സന്ദർഭവും കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു സമയം ഓക്കെ ഇപ്പോൾ ശരിയാണ്, ഈ ഒരു ഉചിതമായ സമയമാണ്, ഈ സമയത്ത് നമുക്ക് അവരെ ട്രാപ്പിലാക്കാം, ഇപ്പോൾ അവരുടെ ഫണ്ട് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ പൈസ വന്നു, ആ പൈസ ഉള്ള സമയത്ത് അവരെ ട്രാപ്പിലാക്കി കഴിഞ്ഞാൽ ഇത്ര ഫണ്ട് നമുക്ക് കൈക്കലാക്കാം എന്നുള്ള ചിന്താഗതിയിൽ ഇവരെ മാത്രം ഫോളോ ചെയ്ത് നടക്കുന്ന, ഇവരെ മാത്രം എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്തിട്ട് ട്രാപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ തന്നെ ഫോളോ ചെയ്ത് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും, അല്ലെ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ്. ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു. അന്നപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ എന്നോട് പിന്നെയും പറഞ്ഞു, ചേട്ടന്റെ ഫ്രണ്ട് ഭാഗം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ എന്നെ സംഭവം എല്ലാ കാര്യം പൂർണ്ണമായിട്ട് പറയട്ടെ. അതായത് ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടൻ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു, പിന്നെ ചേട്ടൻ ഷർട്ട് ഇട്ടിട്ടില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം മറ്റേ റീൽസിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവരുടെ നേക്കഡായിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാൻ തുടങ്ങി. അതായത് പിന്നെ ഷഡ്ഡിയുടെ, ബേസറിൻ്റെ, അങ്ങനത്തെ കുറേ ഫോട്ടോയും കാര്യങ്ങളും ഇങ്ങോട്ട് ഇട്ടു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് കണ്ടോന്ന് ചോദിച്ചു. ഞാൻ ഇത് കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരയക്കുന്ന ഫോട്ടോയിൻ്റെ അകത്ത് മൊത്തം ബംഗാളി വീഡിയുടെ ഫോട്ടോയും കാര്യങ്ങളും. ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിരന്തരമായിട്ട് ലിവിന് വരാൻ വേണ്ടി തുടങ്ങി. അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം.
മേഘന പി എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരമായിട്ട് മെസ്സേജ് വന്നു തുടങ്ങി. പിന്നെ തുണിയും സംഭവമൊന്നും ഇല്ലാത്തത് ബംഗാളികളുടെ മറ്റ് സംഭവങ്ങൾ ഇങ്ങനെ അയച്ചു തരും. എന്നിട്ട് ഇതിൻ്റെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇതിൽ മനസ്സിലായത്. എന്നിട്ട് ഇവർ പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ. ഞാനൊന്ന് പറയട്ടെ, ഈ ഈബുൾ ജെറ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ അത്യാവശ്യം ഫെയിമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂട്യൂബിൽ റീച്ച് ഉണ്ടാക്കുന്ന ഒരു യൂട്യൂബേഴ്സാണ്, വ്ളോഗേഴ്സാണ്, ട്രാവൽ വ്ളോഗേഴ്സാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡെയിലി വ്ളോഗ്സും അവർ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുപോലെ അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടില്ലേ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമകളാണ് ഈ രണ്ടുപേരും. അപ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ട്രാപ്പിനെ കുറിച്ചല്ല, പക്ഷേ ഇതുപോലൊരു ഐഡിയിൽ നിന്ന് ഇതുപോലുള്ള മെസ്സേജുകൾ വരുന്ന സമയത്ത് അതിന് റിപ്ലൈ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, ബ്ലോക്ക് ആക്കണമെങ്കിൽ ബ്ലോക്ക് ആക്കാം. ഇതിനൊക്കെ റിപ്ലൈ കൊടുത്തതിന് ശേഷം ഇതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കിയ ശേഷം വന്ന് പറയുന്ന പോലൊരു ഫീൽ എനിക്ക് തോന്നുന്നു. കാരണം ട്രാപ്പ് ആവുമെന്ന് തോന്നുന്ന സമയത്ത് യൂട്യൂബ് ചാനലിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ യൂട്യൂബ് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്ന പോലെ ഫീൽ ആവുന്നു. എൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ്, തെറ്റാവാം, ശരിയാവാം. പക്ഷേ ഇതിന് മുന്നേ അവർക്ക് ചിന്തിച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഇവർക്ക് എന്താക്കാമായിരുന്നു? അതൊന്നെങ്കിലും ഒഴിവാക്കാമായിരുന്നു, അവോയ്ഡ് ചെയ്യായിരുന്നു, മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതിരിക്കുകയായിരുന്നു, ബ്ലോക്ക് ആക്കാമായിരുന്നു, അല്ലേ? ഒരുപാട് പേര്, കാരണം ഈബിൾ ചെറ്റ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞു, അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് നേരെ ഒരുപാട് മെസ്സേജുകളും ഒരുപാട് ഫാൻസും ഒരുപാട് ആൾക്കാരുള്ള സമയത്ത് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, കോളോ മെസ്സേജോ ഒക്കെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഉടായ്പാണ് ഇത്, പേഴ്സണലി അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നൊരു ടൈമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ചെയ്തിട്ടില്ല. എല്ലാ മെസ്സേജിനും റിപ്ലൈ അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ബാക്കി കാണാം. ലാസ്റ്റ് ഒരു ഒറ്റ ഫോൺ കോൾ വിളിയാണ്. എന്നിട്ട് അതിൻ്റെ അതെങ്ങാനും നമ്മുടെ തലയെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ട്, നിങ്ങൾ അതിലൊന്നും വീഴരുത്. ഇത് സാമ്പത്തിക പരിപാടിയാണ്, അതായത് പൈസ അടിക്കാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ അത്. എന്നിട്ട് ഇത് വെച്ച് ഞങ്ങൾ പോലീസിന്, അതായത് DGP, SP, ഞങ്ങളുടെ ടൗൺ സ്റ്റേഷൻ, അവിടുത്തെ സ്റ്റേഷൻ, ഇവിടുത്തെ എല്ലാവർക്കും പരാതി കൊടുത്തു. ഇവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ആണുങ്ങളുടെ പരാതിക്ക് എത്ര പേര് എന്നാണ് പറഞ്ഞില്ല പിന്നെ, അതായത് നമ്മളിപ്പം ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിലോട്ട് നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്തു, അതെടുക്കുക, അവർക്ക് പരാതി എടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഇവർക്ക് ഡാറ്റ കൊടുക്കുന്നില്ല. അതേ സമയത്ത് ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അയച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അത് കാര്യമായിട്ട് കാണൂല. അപ്പോൾ ഇവർക്ക് ഡാറ്റ കൊടുക്കൂലെന്നാണ് പറഞ്ഞത്. ആകെ പോലീസുകാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ട് ഒരു മെയിൽ ഐ ഡിയാണ് കിട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലെന്നാണ് പറഞ്ഞത്. അതും പിന്നെ പല റീൽ നെറ്റ്വർക്ക്, പല പബ്ലിക് ഇതിൻ്റെ അകത്തുനിന്നൊക്കെയാണ് ഇതേത് ആണുങ്ങളെ ഉപയോഗിക്കുന്നുള്ളൊരു പേര് പറഞ്ഞു. അപ്പോൾ കണ്ടല്ലോ അല്ലേ, ഇതിൻ്റെ ഒരു എക്സാക്റ്റ് വശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആണുങ്ങൾക്ക് നേരെ വരുന്ന അതിക്രമത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ഒരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ്. കാരണം ആണൊരു പരാതിയും കൊണ്ടൊരു പെണ്ണിൻ്റെ നേരെ പോയി കഴിഞ്ഞാൽ, ഞാൻ പറയാണ്, ഒരു പെണ്ണ് ഒരു കേസ്, നമ്മൾ ബാധിതനാണ് അല്ലെങ്കിൽ നമ്മൾ ഇരയാണെന്ന് കരുതുക, നമ്മൾ പോയിട്ട് ഒരു പെണ്ണിനെതിരെ കേസ് കൊടുക്കുകയാണ്, എത്രത്തോളം വാലിഡ് ആയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അല്ലേ? അത് തെളിയിക്കാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് നൂലാമാലകൾ കടന്നിട്ട് വേണം ആ കേസ് തെളിയിക്കാൻ പോലും നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആമ്പിള്ളേരുടെ കാര്യമാണ്. പെൺകുട്ടിയൊക്കെയാണെങ്കിൽ അത് വേണ്ട. കാരണം ഒരാണ് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാൽ മാത്രം മതി, അവിടെ കേസും കാര്യങ്ങളും പുല്ലാക്കും. ആ ഒരു വ്യക്തിയെ നാറ്റിക്കാൻ വേണ്ട മാക്സിമം കാര്യങ്ങൾ ബാക്കിയുള്ളവർ ചെയ്തോളൂ എന്നുള്ളതാണ്. പക്ഷെ നേരെ തിരിച്ചാണ് ആൺകുട്ടികളുടെ കാര്യത്തിൽ. പുള്ളി പറഞ്ഞ പോലെ കണ്ടില്ലേ, ഇൻസ്റ്റഗ്രാം വരെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് പെൺകുട്ടികൾക്കാണ്, ആൺകുട്ടികൾക്കല്ല. ആൺകുട്ടികൾ പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ കൈമാറാൻ ഇൻസ്റ്റാഗ്രാം റെഡിയാണ്. പക്ഷെ പെൺകുട്ടികൾ നേരെ തിരിച്ചാണെങ്കിൽ ഡാറ്റ കൈമാറാൻ ഇൻസ്റ്റാഗ്രാം റെഡി അല്ല എന്നാണ് പറയുന്നത്. സോ പെൺകുട്ടികൾക്ക് സേഫ്റ്റി ഉണ്ട്, ആൺകുട്ടികൾക്ക് ഒരു പ്ലാറ്റ്ഫോമിലും സേഫ്റ്റി ഇല്ല എന്നാണ് ഇൻഡയറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് നമ്മുടെ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഏകദേശം ഡൗട്ട് അടിച്ചാൽ, കാരണം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇതുവരെ ആരും യൂസ് ചെയ്യാത്ത ആൾക്കാരൊന്നുമല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഇൻസ്റ്റ ഒക്കെ നമ്മളെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഒരു പാർട്ടാണ്, അല്ലേ? നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാണ് ഏകദേശം ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കൊക്കെ പിന്നെ മാറി നിന്നു, ഇപ്പം വീണ്ടും ഇൻസ്റ്റാഗ്രാമാണ്. അപ്പം ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇത്രയും ചുറ്റും നമുക്കെതിരെ ഒരുപാട് അപായങ്ങൾ നിറഞ്ഞൊഴുകുന്ന ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ശരിക്കും നമ്മൾ എല്ലാ രീതിയിലും സൂക്ഷ്മതയോടെ വേണം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കരഞ്ഞിട്ടോ കാല് പിടിച്ചിട്ടോ ആൾക്കാരെ മുന്നിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞിട്ടോ ആക്സെപ്റ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. കാരണം കുറ്റം പറയാനും എന്താ പറയുക, നമുക്ക് ഒരു വ്യക്തിക്ക് എവിടെയാണ് ഒരു നെഗറ്റീവ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എവിടെയാണ് ആ വ്യക്തിയെ നാറ്റിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് ശരിക്കും ഒരു പരിചയവുമില്ലാത്ത ആൾക്കാർ വരെ നമ്മളുടെ മൂഡും നോക്കി, അതായത് എപ്പോഴാണ് നമ്മളെ മൂഡ് തൊഴിഞ്ഞു പോകണേ
ആ സമയത്ത് കയറി പിടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് ആൾക്കാർ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് ചുറ്റുമാണെങ്കിലും ഉണ്ട്. ശരിക്കും ഒരു പേഴ്സണലി ഒരു പരിചയം പോലും ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ നൂലാമാലകൾ തികയാനും ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ നമ്മളെ പല രീതിയിലും ഉൾക്കൊള്ളിക്കാനും ശ്രമിക്കുന്ന പലരും ഉണ്ട് നമുക്ക് ചുറ്റും. അത് ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാൽ ഞാൻ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. കാരണം ഒരു രീതിയിലും ഞാൻ പറഞ്ഞില്ലേ, ഒരു രീതിയിലും ഒരാളെ എങ്ങനെ അപമാനിക്കാതിരിക്കാം, അല്ലെങ്കിൽ അയാളെ എങ്ങനെ വേദനിപ്പിക്കാതിരിക്കാം എന്നല്ലാതെ അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി എല്ലാവരും ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അവനെ എങ്ങനെ നാറ്റിക്കാം, അവനെ എങ്ങനെ തമർത്താം എന്നൊക്കെ ആലോചിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ചുറ്റുള്ളത്. കാരണം എന്തിനാന്ന് പോലും അറിയില്ല. പേഴ്സണൽ റിവെഞ്ച് പോലെ നമ്മളെ ചതിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ നമ്മളെതിരെ സംസാരിക്കാൻ വേണ്ടിയും ഒരുപാട് പേര് കാതോർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, മാക്സിമം കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോവാം. സ്വയം രക്ഷ നോക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ രക്ഷ വേറെ ഒരാളും നോക്കില്ല. ഞാനത് എന്താ പറയുക, പേഴ്സണലി അനുഭവം കൊണ്ട് പറയാണ്, നിങ്ങളുടെ രക്ഷ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എവിടെയെങ്കിലും നിങ്ങൾക്ക് പാളിപ്പോയോ പിന്നെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റൂല. കാരണം കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കട്ട സപ്പോർട്ടായിട്ട് സംസാരിക്കുന്ന പലരും ഞാൻ പറയില്ല, ഉള്ളാലെ എന്താ പറയുക, ഇത്രയും എനിക്ക് തോന്നുന്നു കൂടുള്ളവരെയും ചുറ്റുള്ളവരെയും, അല്ലെങ്കിൽ നമുക്കപ്പുറം ഒരു പടിക്കപ്പുറം ചിലപ്പോൾ ഒരു കോണ്ടാക്ട് പോലും ഉണ്ടാവില്ല, അറിയാം, കണ്ടുപരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ, എങ്കിൽ പോലും മനസ്സിൽ എന്താ പറയുക ഒരുപാട് വിഷം നിറച്ച് വെച്ച് നമ്മളോട് പെരുമാറുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ മറുപടിയായിട്ട് പലരും, ഞാൻ പറയില്ലേ, പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുന്നു പറഞ്ഞ പോലെയാണ് അല്ലേ. അപ്പം ഒരു വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടാവും, ദൈവം എന്ന് പറഞ്ഞ ഒരാൾ എവിടെയെങ്കിലും കൊടുത്തോളും എന്നുള്ളതാണ് ഇവരൊക്കെ കാണിക്കുന്ന പല കാട്ടായങ്ങളും കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ആവുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ്, സൂക്ഷിക്കുക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, നിങ്ങളെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങളെ ഇട്ട് കൊടുക്കാതിരിക്കുക ആർക്കും. ഇതുപോലുള്ള മെസ്സേജുകളും കാര്യങ്ങളും വരുമ്പോൾ ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടേക്കുക, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്താൽ. കാരണം ഒന്ന് ഞാൻ പറയാം, പെൺകുട്ടികൾ നിങ്ങളുടെ നേരെ ഒരു മെസ്സേജും കൊണ്ടുവരണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കണം, നിങ്ങളെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് നല്ല പണം ഉണ്ടായിരിക്കണം. ഇതിൽ രണ്ട് കാറ്റഗറി ആൾക്കാരാണ് വരിക. ഒന്ന് നിങ്ങളോട് പ്രണയം തോന്നി, ഒന്ന് നിങ്ങളുടെ ക്യാഷ് മാത്രം കണ്ട് നിങ്ങളോട് പ്രണയം തോന്നി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങളെ ചതിക്കാമെന്നുള്ള ഉദ്ദേശത്താൽ മാത്രം വരുന്ന കാറ്റഗറി. പെണ്ണുങ്ങൾ മാത്രമല്ല ഇതിൽ, ഞാൻ പറഞ്ഞില്ല, ആണുങ്ങളും ഉൾപ്പെടാം, പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ. ഇതിനൊക്കെ ചിലപ്പോൾ പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് ചിലപ്പം ഈ മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന വ്യക്തി ചിലപ്പം ആണായിരിക്കാം, പെണ്ണായിരിക്കണം എന്ന് ഒരിക്കലുമില്ല. മനസ്സിലായില്ലേ? ഒരു പെണ്ണിൻ്റെ ID ഇട്ട്, ഒരു ഫേക്ക് ID ഇട്ട്, എവിടെ നിന്നൊക്കെയോ കുറേ ഫോട്ടോസും കളക്ട് ചെയ്തിട്ട് ഒരാളുടെ ഫേക്ക് ID ആയിരിക്കാം മേ ബി അത്. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഒറിജിനൽ ആ വ്യക്തി ചിലപ്പം ആ ഒരു ഫോട്ടോയിൽ കൊടുത്ത, അല്ലെങ്കിൽ ആ പ്രൊഫൈലിൻ്റെ ഉടമസ്ഥനായിരിക്കില്ല ആ ഒരു പ്രൊഫൈൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ആൾ എന്ന് പറയുന്നത്. അപ്പം തികച്ചും വേറെ ആരോ, നമുക്ക് പോലും അറിയാത്ത ഏതൊരു സ്ട്രേഞ്ചർ ആയിരിക്കും അതിൻ്റെ ബിഹൈൻഡിൽ നിന്നിട്ട് നമുക്ക് പണി തരാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മളെ സൂക്ഷിക്കുക. ഈ ബുൾജെറ്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എത്ര വലിയ, ഞാൻ പറയില്ല, കൊടികുട്ടിയെ എത്ര വലിയ പ്രമുഖരായിക്കോട്ടെ, ഒരു പെണ്ണ് കേസ് വന്നാൽ ഒറ്റയടിക്ക് താഴോട്ട് പോകും. പിന്നെ ഒരാളും അത്രയും കാലം നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ സപ്പോർട്ട് ചെയ്തവരും ആരും വിശ്വസിക്കാത്ത ഒരു ഘട്ടം നമുക്ക് വരും. ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്കത് പറയാനുള്ളൊരു അവസരം പോലും ആരും തരാതെ നമ്മൾ ഒറ്റപ്പെടുത്തിയേക്കാം. സോ അതുപോലൊരു സിറ്റുവേഷൻ ആർക്കും വരാതിരിക്കട്ടെ. എനിവേ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.